ഗൈസ്, വെൽക്കം ബാക്ക് ടു ദൃശ്യം ബ്ലോഗ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വാലറ്റിലാണ്. അപ്പോൾ നമുക്ക് വാലറ്റ് മൊത്തം കാണാം. ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് നല്ലൊരു ഫംഗ്ഷനാണ്. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വാലറ്റ് ഫുള്ളൊന്ന് കണ്ടിട്ട് വന്നാലോ? ബാ പോവാം. ഞങ്ങളൊരു 5:30 ആകുമ്പോൾ ഇറങ്ങിയതാണ്. ഹോഴ്സ് റൈഡ് കണ്ടില്ലേ? അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ കാണാം. ഫുഡിൻ്റെ ഷോപ്പും അതേപോലെ ടോയ്സിൻ്റെ അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ക്രിസ്മസ് ടൈമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇത് വാലറ്റയുടെ ഒരു സെൻട്രൽ പോർഷനാണ് വാട്ടർഫോൾസ്. ഇത് ഫുള്ള് ലൈറ്റിങ്സ് ആണ് കേട്ടോ. ഇപ്പം ലൈറ്റിങ്സ് അവർ ഇട്ട് തുടങ്ങിയിട്ടില്ല. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ ലൈറ്റിങ്സും അവർ ഇടും. ഒരു സൈഡ് മൊത്തം കാർണിവൽസാണ്. നമ്മുടെ നാട്ടിലെ യന്ത്രഊഞ്ഞാൽ, എല്ലാ നാട്ടിലും എന്താ പറയുകയെന്നറിയില്ല. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ കുട്ടികൾക്കുള്ള റൈഡാണ്. ഒരു 6 മണി സമയമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ ലൈറ്റുകളും അവർ ഓൺ ചെയ്ത് തുടങ്ങും. അപ്പം നല്ല ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതതിൻ്റെ അകത്തേക്കുള്ള ഓരോ വഴികളാണ്. ലെഫ്റ്റിലും റൈറ്റുകളായിട്ട് ഒരുപാട് വഴിയുണ്ട്. ഇത് മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ ആണ് കേട്ടോ. 6 മണിയൊക്കെ ആയപ്പോഴത്തേനും കണ്ടോ എല്ലാ ലൈറ്റുകളും അവർ ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ അകത്തേന് എൻട്രൻസിലേക്ക് കയറുമ്പം വലിയൊരു ക്രിസ്മസ് ട്രീ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന വഴിയാണ്. ഈ അകത്തേക്ക് കയറുമ്പം നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഓരോ വഴിയുണ്ട്. ഓരോ വഴികളും പല പല ലൈറ്റ് സെറ്റിങ്സാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കോഴിക്കോട് മിഠായി തെരുവ് പോലെ കേട്ടോ. ഒരു സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങേ എൻ്റെ വരെ ഫുള്ള് ഷോപ്പാണ്. കണ്ടോ, ഫുള്ള് ഗിഫ്റ്റ് ഐറ്റംസാണ് ഈ ഷോപ്പിൽ. ഫുള്ള് സെറാമിക് ഐറ്റംസാണ്, പ്ലേറ്റ്, കപ്സ്, അതേപോലെ ഒരു സൈഡിൽ ഫുള്ള് കീ ചെയിന്, പിന്നെ അംബർലാസ്. കീ ചെയിൻ എന്ന് പറയുമ്പോൾ പല പല വെറൈറ്റീസാണ് കേട്ടോ. ഇവിടെ കീ ചെയിൻ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം പോലെയാണ്. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. കീ ചെയിനൊക്കെ നല്ല വിലയാണ് കേട്ടോ ഇവിടെ. പിന്നെ അതേപോലെ ഈ സെറാമിക് ഐറ്റംസ് ആണെങ്കിലും കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. ഈ മാൾട്ടാന്ന് അച്ചുകുത്തിയ പോലത്തെ കപ്പും വാലറ്റും അങ്ങനെ ഒരുപാട് ക്രിസ്മസിന് ടൈം ആയതുകൊണ്ട് കുറേ ഓഫറുകളൊക്കെ ഉണ്ട്. കണ്ടോ, ഈ ഷോപ്പിലായാലും ഫുള്ള് ഇതാണ്. പിന്നെ സ്പ്രേ, ഇത് പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വരി നിൽക്കണം. ഇവിടെ പിന്നെ ആ ഒരു കാര്യമില്ല, നല്ല സുലഭമായിട്ട് കിട്ടും. അതേപോലെ ഇത് കണ്ടോ, സെറാമിക് ഐറ്റംസാണ്. ഒരു സൈഡിൽ ടോയ്സ്, അതേപോലെ കീ ചെയിൻ. എല്ലായിടത്തും കീ ചെയിൻ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അങ്ങനെ കുറേ കീ ചെയിൻസൊക്കെ നോക്കി. പിന്നെ ഏത് കടയിൽ കയറിയാലും നമ്മളെ മലയാളീസ് ഇല്ലാത്ത ഒരു കടയില്ല കേട്ടോ. എല്ലാ കടയിലും ഉണ്ട്. ഞങ്ങൾ ഒരുപാട് മലയാളീസിനെ കണ്ടു ഓരോ ഷോപ്പിലായിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം വിൻ്റർ ആണല്ലോ, അപ്പം ഞങ്ങൾക്ക് ജാക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി. മറ്റേല എന്ന് പറഞ്ഞ ഷോപ്പിൽ. അവിടെ താഴെ തന്നെ ഫുള്ള് കിഡ്സിൻ്റെ സെക്ഷനാണ്. കിഡ്സിൻ്റെ സെക്ഷൻ കാണുമ്പോൾ നമുക്ക് കണ്ടോളൂ പോവല്ലോ. നല്ല അടിപൊളി കുട്ടി ഡ്രസ്സുകൾ കാണുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ജാക്കറ്റൊക്കെ നോക്കി. ജാക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി. ഞാനും ശ്രീ ചേച്ചിയാണ് എൻ്റെ കൂടെ. സിസില ചേച്ചിയും കൂടെ ഉണ്ട്. ഇതാണ് കേട്ടോ സിസില ചേച്ചി. ഹായ് പറഞ്ഞേക്കുവാ സിസില ചേച്ചി. അവിടെ നിന്ന് നമ്മൾ ലൈറ്റ് അവർ ഓരോന്നായിട്ട് ഓൺ ചെയ്ത് തുടങ്ങി. ഓരോരോ വഴിയിലേക്ക് പോകുമ്പോൾ പല ലൈറ്റിങ്സാണ്. അങ്ങനെ ഒരു വഴിയിൽ ഞങ്ങൾ പോവാണ്. കണ്ടോ, ഫുള്ള് ഷോപ്പാണ്. ഞങ്ങൾ കോഴിക്കോട് പോലെ മിഠായി തെരുവ് പോലെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു മാരേജ് കണ്ടു ഞങ്ങൾ മാൾട്ടയിൽ വന്നിട്ട്. നല്ല അടിപൊളിയായിട്ട് അവർ പള്ളിയിൽ നിന്ന് മാരേജ് കണ്ടു. ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. കണ്ടോ, ഫ്രഞ്ച് കീസൊക്കെ കൊടുത്തിട്ട് എന്ത് രസമാണെന്നറിയോ. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും. അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു മാരേജ് കാണാൻ പറ്റി. അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു വഴിയിലോട്ട് കയറി. അവിടെയാണെങ്കിലും കുറേ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ നമ്മളെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെയാണ്. ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ട് പുറത്തു നിന്ന് കഴിക്കേണ്ടവർക്ക് അവിടെ നിന്ന് കഴിക്കാം. ഇത് കണ്ടോ, ഞങ്ങൾ ഡെക്കറേഷൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ള് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പ് കയറി. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ഒരു പൂവ് കണ്ടോ, ഇതിൻ്റെ ഒറിജിനൽ ഇവിടെ ക്രിസ്മസ് ടൈമിൽ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് കണ്ടോ, ഈ റൈഡൊന്ന് നിങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. ഈ റൈഡെന്ന് പറയുന്നത് വാട്ട് കം നെക്സ്റ്റ് ആണ്. 1 2 3 കഴിഞ്ഞിട്ട് എന്താണ്. അതേപോലെ നിങ്ങൾ സമയം കിട്ടുമ്പം ഒന്ന് സോൾവ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറെ റൂട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ ലൈറ്റ് കാണാൻ തുടങ്ങി. കണ്ടോ ലൈറ്റിങ്സ്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ നല്ല റഷാണ് ഇവിടെ ഫുള്ള് ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഈ എല്ലാ സാധനങ്ങൾക്കും.
അവിടുന്ന് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ഒരു പള്ളിയുടെ സൈഡിലോട്ട് പോയി കേട്ടോ. കണ്ടോ ഈ ലൈറ്റ് നോക്ക്, നല്ല ഭംഗിയല്ലേ. ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ വേറെ നല്ല സ്റ്റാറൊക്കെ ഉള്ള ലൈറ്റിങ്സാണ്. അവിടുന്ന് ഞങ്ങൾ കണ്ടോ ഒരു പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇത് അവിടുത്തെ പുൽക്കൂടാണ് കേട്ടോ. പുൽക്കൂട് ഒരു രക്ഷയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വലിയ പുൽക്കൂടാണ്. ഞാൻ ഇതുവരെ ഇത്രയും വലിയ പുൽക്കൂട് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കാം വലുത്, പക്ഷേ ഞാൻ ഇവിടെയാണ് കേട്ടോ ഏറ്റവും വലുത് കണ്ടത്. ഇവിടെ ക്രിസ്മസിൻ്റെ ടൈമിലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സെലിബ്രേഷനാണ് ക്രിസ്മസും ന്യൂ ഇയറും. നവംബർ 25 തൊട്ടേ തുടങ്ങും ക്രിസ്മസിൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് ജനുവരി 1 കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഉണ്ടാകും. അതേപോലെ സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോങ്സും നല്ല ഇംഗ്ലീഷ് സോങ്സൊക്കെ മനസ്സിലാവേണ്ടവർക്ക് നല്ലോണം ആസ്വദിക്കാം, അല്ലാത്തവർക്ക് കുറച്ച് പാടായിരിക്കും. അതേപോലെ ഇതാട്ടോ പള്ളിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് നല്ല ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇനി പാട്ട് കേട്ടാലോ നമുക്ക് സ്റ്റേജിൽ. കണ്ടോ ഇത് ക്രിസ്മസ് പാപ്പയാണ്, ക്രിസ്മസ് മാമായും കേട്ടോ. അവിടുന്ന് ഞങ്ങൾ വീണ്ടും നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ തന്നെ എത്തി. ഇതാണ് കേട്ടോ വാട്ടർഫോൾസിൻ്റെ ലൈറ്റൊക്കെ ഇട്ടപ്പം കണ്ടോ യന്ത്രമഞ്ഞാലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടില്ല ഈ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കുട്ടികളുടെ റൈഡെന്ന് പറഞ്ഞത്. കുറേ കുട്ടികളുടെ ഉണ്ട്, എല്ലാവരും നല്ല എൻജോയ് ചെയ്യുകയാണ്. ക്രിസ്മസ് ടൈമല്ലേ, എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്നതാണ്. അതേപോലെ ഞാൻ ലൈറ്റ് ഹൗസ് കയറി കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് മുമ്പിട്ട് ഞങ്ങൾ യന്ത്രൂഞ്ഞാലിൽ കയറിയാലോ എന്നൊരു പ്ലാൻ ഇട്ടു. യന്ത്രൂഞ്ഞാലിൽ കയറി. ഇവിടെ 6 യൂറോയാണ് കേട്ടോ യന്ത്രൂഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, മെല്ലെയാണ് പോണത്. നമ്മളെ നാട്ടിൽ നല്ല സ്പീഡിൽ പോയിട്ട് മേലെ എല്ലാവരും ഒച്ചപ്പാടും ബഹളവും ആയിട്ട് ആകെ ക്ഷീണിച്ച് താഴെ എത്തും. ഇവിടെ മെല്ലെയാണ് പോകുന്നത്. കണ്ടോ ഫുഡ് നല്ല ടേസ്റ്റാണ്. ഇവിടുന്ന് പിസയുണ്ട്, പാസ്ട്രീസുണ്ട്, പൈയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ പൈ വാങ്ങിച്ചിട്ട് ഞങ്ങളൊരു സൈഡിൽ പോയി ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ക്രിസ്മസ് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പാട്ട് പാടിക്കൊണ്ട് വന്നു. പിന്നെ അത് കേട്ടു. അങ്ങനെ ക്രിസ്മസൊക്കെ വിഷ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ടുണ്ട്, കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളും ഡ്യൂട്ടിയൊക്കെ വന്നപ്പോഴേക്കും ആകെ ബിസി ആയിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാവുന്നതാണ്. ന്യൂ ഇയർ ടൈമിലെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. വേലറ്റയിലെ ന്യൂ ഇയർ എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ് കേട്ടോ. അപ്പം ടാറ്റാ ബൈ, സീ യു.